സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ. സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനിറിയ സമ്മാനങ്ങൾ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ 7012945198. വണ്ടിക്കൂലി വെറുതെയാവില്ല. ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ്. കൃപ ഹോം അപ്ലയൻസസ്, പുലിക്കോട്ടിൽ ആർക്കേഡ്, നടുവത്ത്. കോടതി ഉത്തരവ് ലംഘിച്ച് നിലവിലെ പഞ്ചായത്ത് ഡ്രൈവറെ പിരിച്ചുവിടാൻ UDF ഭരണസമിതി തീരുമാനിച്ചെന്ന LDF അംഗങ്ങളുടെ വാർത്താ സമ്മേളനത്തിന് മറുപടിയുമായി തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമാ താരിയൻ രംഗത്ത്. പുതിയ ഡ്രൈവറുടെ നിയമനത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. കഴിഞ്ഞ LDF ഭരണസമിതി ഡ്രൈവറെ നിയമിച്ചത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയെന്നും സുമാ താരിയൻ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം ചേർന്ന ഭരണസമിതി യോഗത്തിൽ നിലവിലെ പഞ്ചായത്തിന്റെ ഡ്രൈവറെ പിരിച്ചുവിടുന്നതിനും മറ്റൊരാളെ ഡ്രൈവറായി നിയമിക്കുന്നതിനും തീരുമാനമുണ്ടായി. എന്നാൽ നിലവിലെ ഡ്രൈവറെ പിരിച്ചുവിടരുതെന്ന കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് ഇത്തരത്തിലൊരു തീരുമാനം UDF അംഗങ്ങൾ എടുത്തതെന്നും LDF അംഗങ്ങൾ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിലൂടെ ആരോപിച്ചിരുന്നു. എന്നാൽ ഇതെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്നാണ് പ്രസിഡന്റ് പറയുന്നത്. തിരുവാലി ഗ്രാമപഞ്ചായത്തിലെ ഒരു ഡ്രൈവറെ സംബന്ധിച്ച് ഇന്നലെ ഇടതുപക്ഷ മെമ്പർമാർ പത്രസമ്മേളനം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. ഒരു ഡ്രൈവറെ നിയമിച്ചത് 2015 ഭരണസമിതിയിൽ ഉള്ള കാലത്താണ്. അത് നിയമപരമായിട്ടുള്ള അടിസ്ഥാനത്തിലല്ല ആ ഡ്രൈവറെ നിയമിച്ചിട്ടുള്ളത്. മാനദണ്ഡങ്ങളൊന്നും പാലിച്ചിട്ടില്ല. അത് UDFന്റെ ഭരണം വന്നപ്പോൾ അത് അന്വേഷണത്തിലൂടെ അത് ഞങ്ങൾ കണ്ടെത്തി. നിയമപരമായിട്ടല്ല ആ ഡ്രൈവർ നിലവിൽ ഇവിടെ നിൽക്കുന്നത്. അടുത്ത പുതിയ ഡ്രൈവറെ തീരുമാനിക്കുന്നത് നിയമപരമായിട്ട് എടുക്കുന്ന കാര്യത്തിലാണ് ഞങ്ങൾ ഭരണസമിതി തീരുമാനം എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ പ്രസിഡന്റ് ആയതിനു ശേഷം നമ്മുടെ വൈസ് പ്രസിഡന്റും നജീബാക്കയും അതേപോലെ തന്നെ ഭരണസമിതിയും കൂടി പുതിയൊരു ഡ്രൈവറെ തീരുമാനിക്കുന്ന കാര്യത്തിൽ നിയമപരമായിട്ടുള്ള അടിസ്ഥാനങ്ങൾ നോക്കിയിട്ടേ തീരുമാനിക്കുകയുള്ളൂ. മാനദണ്ഡങ്ങൾ പാലിച്ച് പുതിയ ഡ്രൈവറെ നിയമിക്കുമെന്ന് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് നജീബും വ്യക്തമാക്കി. 2015 മുതൽ 2025 വരെ ഒരു ഡ്രൈവറെ പഞ്ചായത്തിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നടപ്പിലാക്കേണ്ട ഒരു തീരുമാനങ്ങളും നടപ്പിലാക്കിയിട്ടില്ല. ഒരു ദൃശ്യമാധ്യമങ്ങളിൽ കൂടുകയോ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിൽ കൂടെയോ ഇങ്ങനെ ഡ്രൈവർ പോസ്റ്റ് ഉണ്ട് എന്നുള്ള വിവരം അറിയിച്ചിട്ടില്ല. 2020 10 വർഷം ഈ ഡ്രൈവർ ഇവിടെ വരികയും അതിനുശേഷം UDF നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി വരുന്ന സമയത്ത് നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മളിങ്ങനെ ഒരു ക്രമവിരുദ്ധമായി കൊണ്ടാണ് ഇവിടെ ഡ്രൈവറെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുകയും താൽക്കാലികമായി ആ ഡ്രൈവറെ താൽക്കാലികമായി മാറ്റുന്നതിന് വേണ്ടി ഭരണസമിതിയിൽ ഒരു അജണ്ട വെച്ചുകൊണ്ട് ചർച്ച ചെയ്യുകയും അത് നിയമാനുസൃതമായിക്കൊണ്ട് എങ്ങനെയാണോ ഒരു പോസ്റ്റിൽ നമ്മൾ ഡ്രൈവറെ നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നിയമാനുസൃതമായി തന്നെ അത് നടപ്പിലാക്കാൻ ഭരണസമിതി തീരുമാനിക്കുകയും അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അത് ഇന്നലെ അവർ സൂചിപ്പിച്ചതുപോലെ വളരെ വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണ് അവർ സൂചിപ്പിച്ചിട്ടുള്ളത്. ഒരിക്കലും ഒരു സെക്രട്ടറിയെ വരുതിയിലാക്കിക്കൊണ്ടുള്ള ഒരു സംഭവം നമ്മൾക്ക് ഉണ്ടായിട്ടില്ല. ഞങ്ങൾ 11 പേരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ കാര്യങ്ങൾ മാനിച്ചുകൊണ്ട് തന്നെ ഒരു നല്ല രീതിയിൽ നമ്മുടെ ഭരണസമിതി തീരുമാനിച്ചതാണ്. ആ ഭരണസമിതി ഇനി ഒരു പോസ്റ്റ് വെക്കുന്ന സമയത്ത് തന്നെ അത് ചട്ടവിരുദ്ധമായിക്കൊണ്ട് നിയമാനുസൃതമായിക്കൊണ്ട് തന്നെ നമ്മൾ ആ ഡ്രൈവർ പോസ്റ്റിംഗ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. പഞ്ചായത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ UDF പഞ്ചായത്ത് അംഗങ്ങളായ സൗമ്യ വിനീത്, P ശശി, K നസീം, സഫ്വാന ഷെറിൻ, K ഫാജിസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവാലി. പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ 15 വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ, ചെട്ടിയറമ്മൽ, വണ്ടൂർ. കാർഷിക വിളിയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം.